ഏത് കൊമ്പൻ ഇറങ്ങിയാലും ഏത് കടുവ വന്നാലും ഒരാളുടെ മുന്നിൽ മുട്ട മുടക്കും. അതാണ് നമ്മുടെ ധീരനായ സാരഥി സനോഷ് ചേട്ടൻ. സനോഷ് ചേട്ടാ, എന്തുണ്ട്, ഓണം വൈബൊക്കെ ആയോ? ഓണം വൈബ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഗവി വൈബാണ്. എല്ലാ ദിവസവും ഗവി വൈബാണ്. സത്യം പറയേ, ഒരൊറ്റയാനെ കണ്ട് മുട്ട് ഉറച്ചിട്ടുണ്ട്. ദൂരെ നിൽക്കുന്നതേ കണ്ടിട്ടുണ്ട്. വനത്തിലൂടെ 6 മണിക്കൂറത്തെ യാത്ര എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ചില സമയങ്ങളിൽ നമുക്ക് പോകുന്ന സമയങ്ങളെല്ലാം മൃഗങ്ങളെയും പുലിയെ ഒന്നും കണ്ടിട്ടില്ല. ബാക്കി ആന, കാട്ടുപോത്ത്, കേഴമാന് ഇതിനെല്ലാം കാണാൻ സൗകര്യമുണ്ട്. ചില സമയങ്ങളിൽ തിരിച്ചു വരുമ്പോഴായിരിക്കാം കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. സനോഷ് ചേട്ടാ, നമ്മുടെ യാത്രയ്ക്ക് ഒരു പവർ വരണമെങ്കിൽ ഒരു പാട്ട് വേണം. അതെ, വേണം. അപ്പൊ നമുക്ക് ഓണപ്പാട്ടും പാടിപ്പിക്കാം, തട്ടുപൊളിപ്പും പാട്ടും പാടിപ്പിക്കാം. പാട്ട് പാടിത്തരാനായി നമ്മുടെ ബിന്ദു ചേച്ചി റെഡിയാണ്. അപ്പൊ ഇനി നമ്മൾ പോകുന്ന പാട്ടിലേക്കാണ്. ഹലോ ജി. ഹലോ. ഏത് വേണമെങ്കിൽ പാടാം, ഉഷാറവിടെ. കൊച്ചേലെ കൊച്ചേലെ വള്ളം വരും നേ താനേ തകതാരാ. കൊച്ചേലെ 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 വള്ളം വരുന്നേ താനേ തകതാരാ. കൊച്ചേലെ തെയ്തത്തക തക തെയ്തക തെയ്തത്തക തക തെയ്ത. കൊച്ചേലെ കൊച്ചേലെ വള്ളം വരുന്നേ താനേ തകതാരാ. കൊച്ചേലെ 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 വള്ളം വരുന്നേ താനേ തകതാരാ. കൊച്ചേലെ തെയ്തത്തക തക തെയ്തക തെയ്തത്തക. കൊച്ചേലെ കൊച്ചേലെ വള്ളം വരുന്നേ താനേ തകതാരാ. കൊച്ചേലെ 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 വള്ളം വരുന്നേ താനേ തകതാരാ. കൊച്ചേലെ തെയ്തത്തക തക തെയ്തക തെയ്തത്തക തക. ചുട്ടും മടലും കൊതുമ്പുട കൊള്ളും താനേ തകതാരാ. കൊച്ചേലെ ചുട്ടും മടലും കൊതുമ്പുട കൊള്ളും താനേ തകതാരാ. കൊച്ചേലെ തെയ്തത്തക തക തെയ്തക തെയ്തത്തക തക തെയ്തക തെയ്തത്തക തക തെയ്തക തെയ്തത്തക തക തെയ്തക. അങ്ങനെ പാട്ട് മാത്രമല്ല ഇവിടെ ഉള്ളത്. നമ്മുടെ ബിന്ദു ചേച്ചിയുടെ വള്ളംകളിപ്പാട്ടിനെ നമുക്കൊരു തകർപ്പൻ മറുപടി കൊടുക്കണം. അതൊരു സ്പെഷ്യൽ ശബ്ദത്തിൽ തന്നെ കൊടുക്കണ്ടേ? അതെ അതെ. അപ്പൊ റിപ്പോർട്ടറിന്റെ സ്വന്തം സുജിയ ചേച്ചിയുടെ ശബ്ദത്തിൽ ഞാനൊന്ന് ശ്രമിക്കാം. പല മാധ്യമ പ്രവർത്തകരെയും സിനിമാ താരങ്ങളെയൊക്കെ അനുകരിച്ച് കാണിക്കാൻ നമ്മുടെ പ്രീതിമ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. ആരുടെ ശബ്ദത്തിലെ മറുപടി? സുജിയ ചേച്ചിയുടെ സുജിയ പാർവതി പോരട്ടെ. ആ ബിന്ദുജ ഗംഭീരം, കലക്കി, നന്നായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പ്രേക്ഷകരെ നമ്മളിപ്പോൾ നമ്മുടെ ആനവണ്ടിയിൽ നമ്മൾ ഗവിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റുകളുടെ ഒക്കെ പെർഫോമൻസ് ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. സുരഭി ലക്ഷ്മി എൻ്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കൻ്റെ കെണിയും പിടിക്കണം. അല്ലെങ്കിലും കൂട്ടുകൂടാൻ മനുഷ്യന്മാരെക്കാളും നല്ലത് കാക്കയും പൂച്ചയൊക്കെ തന്നെയാണ്. സുരഭി ലക്ഷ്മി